ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഖിലേന്ത്യാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് അരുണാചൽ പ്രദേശിൽ പര്യടനം നടത്തും. രാജീവ് ഗാന്ധി സർവകലാശാലയുടെ 22ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ഫെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ശക്തമായ ജാഗ്രത. ചെന്നൈ വിമാനത്താവളം അടച്ചു. നൈജീരിയയിൽ ബോട്ട് അപകടത്തിൽ 27 പേർ മരിച്ചു. 100-ലേറെ പേരെ കാണാതായി. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് വിഷയത്തിൽ പ്രത്യേക യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അണ്ടർ 19 ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പുരോഗമിക്കുന്നു. സെയ്ദ് മോദി ബാഡ്മിന്റൺ സെമിയിൽ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന DGP IG തലത്തിലുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അഖിലേന്ത്യാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, CRPF, NSG, IB, SPG മേധാവിമാർ തുടങ്ങിയവർ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും ചടങ്ങിൽ സമ്മാനിക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ, ദോയ്മുഖ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും. സന്ദർശന വേളയിൽ ദോയ്മുഖിലെ റോൺ ഓഫ് ഹിൽസിലെ രാജീവ് ഗാന്ധി സർവകലാശാലയുടെ 22ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തെയും ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമ സംഭവങ്ങളിൽ രാജ്യത്തിന്റെ ആശങ്ക ബംഗ്ലാദേശിനെ അറിയിച്ചതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. എല്ലാവർക്കും സേവനമെത്തിക്കുക എന്നത് സർക്കാരിന്റെ പ്രഥമ കർത്തവ്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബീഹാറിലെ ദർഭംഗയിൽ ക്രെഡിറ്റ് ഔട്ട്റീച്ച് പരിപാടി അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ദരിദ്രർ, സ്ത്രീകൾ, കർഷകർ, യുവാക്കൾ എന്നീ വിഭാഗങ്ങൾക്കായി പ്രവർത്തിക്കുകയും അവരെ സേവിക്കുകയും ചെയ്യണമെന്ന് വിശ്വസിക്കുന്നതായും വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് അത് അത്യന്താപേക്ഷിതമാണെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. माननीय प्रधानमंत्री जी बोलते हैं कि गरीब, महिला, किसान और युवा, इनके लिए हम जितने भी सेवा करें उनके ही द्वारा विकसित भारत के हर कदम होगा, इसीलिए उनके साथ रहना आवश्यक है. आज इस कार्यक्रम के द्वारा प्रधानमंत्री जी का ऐसे इन चारों कुलों के लिए जितने भी कार्यक्रम है उन सब का बैंकों के द्वारा जो मिलना चाहिए वो पूरे के पूरे हर लोगों को मिलने के लिए कोशिश किए हैं. ഇന്ന് ബീഹാറിലെ മധുബനി ജില്ലയിൽ നടക്കുന്ന ക്രെഡിറ്റ് ഔട്ട്റീച്ച് പരിപാടിയിലും ശ്രീമതി സീതാരാമൻ പങ്കെടുക്കും. പരിപാടിയിൽ വിവിധ പദ്ധതി ഗുണഭോക്താക്കളുമായി കേന്ദ്രമന്ത്രി സംവദിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ഗുജറാത്തിലെത്തും. സൂറത്തിലെ ബുള്ളറ്റ് ട്രെയിൻ ട്രാക്ക് സ്ലാബ് നിർമ്മാണ കേന്ദ്രവും വഡോദരയിലെ പ്ലസർ ഇന്ത്യ ഫാക്ടറിയും അദ്ദേഹം സന്ദർശിക്കും. വഡോദരയിലെ ഗതിശക്തി വിശ്വവിദ്യാലയയുടെ 2ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫെഞ്ചൽ ചുഴലിക്കാറ്റ് ഇന്ന് കാരക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും കനത്ത മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും ശക്തമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ചെന്നൈ വിമാനത്താവളം അടച്ചു. സിനിമാ തിയേറ്ററുകളും പ്രവർത്തിക്കില്ല. കേരളത്തിൽ അടുത്ത 4 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച പ്രത്യേക യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ധനവകുപ്പ്,
തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അനധികൃതമായി പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയെക്കുറിച്ച് അതത് വകുപ്പുകൾ തീരുമാനിക്കുമെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. വിഷയത്തിൽ പരിശോധന നടത്തിയ ശേഷം ആവശ്യമെങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉത്തരവാദിത്ത ലിംഗസമത്വ ടൂറിസം ആസ്പദമാക്കിയുള്ള പ്രഥമ അന്താരാഷ്ട്ര വനിതാ സമ്മേളനം ഇടുക്കി മൂന്നാറിൽ ആരംഭിച്ചു. ലിംഗസമത്വവും സ്ത്രീ സൌഹൃദവുമായ ടൂറിസത്തെപ്പറ്റിയുള്ള കേരളത്തിന്റെ പ്രഖ്യാപനം സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. സമ്മേളനം തിങ്കളാഴ്ച അവസാനിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെത്തി. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിൽ ഇരുവരും പങ്കെടുക്കും. നാളെ മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധി വൈകുന്നേരം ഡൽഹിയിലേക്ക് മടങ്ങും. 2025 ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്കില്ലെന്ന് BCCI അറിയിച്ചതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഗുരുതര സുരക്ഷാ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് BCCI ഈ തീരുമാനം അറിയിച്ചതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. Indian cricket team participating in Pakistan, the BCCI has issued a statement, so I would refer you to the statement. They have said that there are security concerns there and therefore it is unlikely the team will be there. But please do refer to the statement issued by the Board of Cricket Control in India. അണ്ടർ 19 ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഗ്രൂപ്പ് A ഏകദിനം ക്രിക്കറ്റ് മത്സരം ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പാകിസ്ഥാൻ 2 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. മറ്റൊരു മത്സരത്തിൽ ആതിഥേയരായ UAE ജപ്പാനെ നേരിടുകയാണ്. ടോസ് നേടിയ UAE ജപ്പാനെ ബൌളിംഗിന് അയച്ചു. ലക്നൌവിൽ നടക്കുന്ന സെയ്ദ് മോദി ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ സെമിയിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. വനിതാ സിംഗിൾസിൽ ഉന്നതി ഹൂഡയാണ് സിന്ധുവിന്റെ എതിരാളി. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ ജപ്പാൻ താരത്തോടും പ്രിയാൻഷു ജജാവത് സിംഗപ്പൂർ താരത്തോടും ഏറ്റുമുട്ടും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുംബൈയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഹൈദരാബാദ് മുംബൈ സിറ്റിയെ നേരിടും. കൊൽക്കത്തയിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ മോഹൻ ബഗാൻ ചെന്നൈയിൻ FCയുമായി ഏറ്റുമുട്ടും. നൈജീരിയയിലെ നൈജർ നദിക്കരയിൽ ബോട്ട് മറിഞ്ഞ് 27 പേർ മരിച്ചു. 100-ലധികം പേരെ കാണാതായി. ഭക്ഷ്യവിപണിയിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോയ ബോട്ടാണ് മറിഞ്ഞതെന്നാണ് വിവരം. ബോട്ടിൽ 200ഓളം യാത്രക്കാരുണ്ടായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടന്നു. നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി മുഖ്യ അതിഥിയായി പങ്കെടുത്ത് അഭിവാദ്യം സ്വീകരിച്ചു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള 6 പുതിയ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ 11 നടക്കും. ഗവർണർ CV ആനന്ദബോസ് നിയമസഭാംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ചടങ്ങിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കും. മഹാരാഷ്ട്രയിൽ പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 5 ആസാദ് മൈതാനിയിൽ നടക്കുമെന്ന് BJP ശിവസേന വൃത്തങ്ങൾ അറിയിച്ചു. അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി മഹായുതി സഖ്യ നേതാക്കൾ മുംബൈയിലും ഡൽഹിയിലും യോഗങ്ങൾ സംഘടിപ്പിച്ചു. ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക മോശം വിഭാഗത്തിൽ തുടരുന്നു. ഇന്ന് രാവിലെ ഗുണനിലവാര സൂചിക 348 രേഖപ്പെടുത്തി. ചിലയിടങ്ങളിൽ സൂചിക 400 കടന്നതായും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. അടുത്ത 2 ദിവസങ്ങളിൽ പുകമഞ്ഞ് അനുഭവപ്പെടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ, നാസിക്, അഹല്യനഗർ ജില്ലകളിൽ ശൈത്യതരംഗം തുടരുന്നു. ഈ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി താപനില 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് രേഖപ്പെടുത്തിയത്. അതേസമയം അടുത്ത 3 ദിവസങ്ങളിൽ ചില ജില്ലകളിൽ ശൈത്യതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന അഷ്ടലക്ഷ്മി മഹോത്സവം അടുത്ത മാസം 6 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. വടക്ക് കിഴക്കൻ ഇന്ത്യയ്ക്കും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കുമിടയിലുള്ള സാംസ്കാരിക സാമ്പത്തിക വിടവ് നികത്താൻ ഈ പരിപാടിയിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഇന്ത്യ മുൻനിരയിൽ നിന്ന് നേരിടുകയാണെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് ഇന്നലെ ആകാശവാണി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്മാരക പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ബഹുമുഖ പ്ലാറ്റ്ഫോമുകളിലും രാജ്യം പ്രധാന പങ്കാളിയായി മാറിയെന്നും ശ്രീ സിംഗ് അഭിപ്രായപ്പെട്ടു. സിറിയയിലെ 2ാമത്തെ ഏറ്റവും വലിയ നഗരമായ അലപ്പോ പ്രതിപക്ഷ സായുധ സേന പിടിച്ചെടുത്തു. ഇദ്ലിബ് പ്രവിശ്യകളിലെ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും ഇതിനോടകം തീവ്രവാദി സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമതർ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഖിലേന്ത്യാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് അരുണാചൽ പ്രദേശിൽ പര്യടനം നടത്തും. രാജീവ് ഗാന്ധി സർവകലാശാലയുടെ 22ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പെൻചൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ശക്തമായ ജാഗ്രത. ചെന്നൈ വിമാനത്താവളം അടച്ചു. നൈജീരിയയിൽ ബോട്ട് അപകടത്തിൽ 27 പേർ മരിച്ചു. 100-ലേറെ പേരെ കാണാതായി.
ക്ഷേമ പെൻഷൻ തട്ടിപ്പ് വിഷയത്തിൽ പ്രത്യേക യോഗം വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. അണ്ടർ 19 ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പുരോഗമിക്കുന്നു. സെയ്ദ് മോദി ബാഡ്മിന്റൺ സെമിയിൽ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.